ഹലോ, വെൽക്കം ടു ബിനീഷ് വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ഒരു ക്രോസ് കട്ടിങ് ബ്ലൗസ് തയ്ക്കാമേ. ക്രോസ് കട്ടിങ് ബ്ലൗസ് ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ക്രോസ് കട്ടിങ് ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കണേന്ന് പറഞ്ഞേ. അപ്പം അതിൻ്റെ ഒരു കട്ടിങ് എന്ന് കാണിക്കാൻ പോകുന്നത്. ഫുൾ ബ്ലൗസ് കട്ടിങ് കാണിക്കുക. അതിൽ ബ്ലൗസ് ഫ്രണ്ട് എങ്ങനെ ക്രോസ് കറക്റ്റായിട്ട് വെട്ടുന്നു എന്നുള്ളതാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഫസ്റ്റ് നമുക്ക് കൈ അങ്ങ് വെട്ടിയെടുക്കാമേ. കൈ കട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പം എപ്പോഴും പോലെ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ അത് അവരവരുടെ ഇഷ്ടം പോലെ ഇടാം. താഴെ തുണി നമുക്ക് ജോയിൻ ചെയ്യാനുള്ള തുണി ഇടാമേ. പിന്നെ കൈയുടെ നീളം വന്ന് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച് കൈയുടെ നീളം. മൂന്നര ഇഞ്ച് കൈയുടെ ആംഹോൾ ഇറക്കം. 13 ഇഞ്ച് കൈയുടെ സർക്കംഫറൻസ് 13, അതായത് 6.5 ഇഞ്ച്. അപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. പെട്ടെന്ന് വെട്ടുവാടെ കയ്യെ. ഇതിൻ്റെ ആംഹോൾ വന്ന് നമുക്ക് 17 ഇഞ്ചാണ്, അതായത് 8.5 ഇഞ്ച്. ഇവിടുന്ന് ഞാൻ 2 ഇഞ്ച് സ്ട്രെയിറ്റ് എടുക്കും, ഇവിടുന്ന് 6.5 ഇഞ്ച് എടുക്കും. അപ്പോൾ 8.5 ഇഞ്ചായി. 17 ഇഞ്ചായല്ലോ. ഇത് ഈ 2 ലൈനും കൂടെ കൂട്ടി യോജിപ്പിക്കുക. ഈ 2 ലൈനും കൂടെ കൂട്ടി യോജിപ്പിക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ മേളിലോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് കൊടുത്ത് ഇങ്ങനെ വന്ന് ഒരു ചെറിയ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ഉടനെ തന്നെ നമ്മളിവിടെ ഈ നോച്ച് കൊടുക്കണം. നോച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട് നമ്മളപ്പം തന്നെ കൈയോടെ അങ്ങ് വെട്ടുക. കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് കട്ട് ചെയ്യാനായിട്ട് ബാക്കിൽ നമുക്ക് പീസ്, ഇത് ലൈനിങ് മെറ്റീരിയലാണ്. ജോയിൻ ചെയ്യാൻ വേണ്ടി 4 ഇഞ്ച് ഇവിടെ തുണി ഇടുക. ഇട്ടിട്ട് ഫസ്റ്റ് വന്ന് നമ്മുടെ ബാക്കിൻ്റെ ഇറക്കം, ബാക്കിന് 14 ഇഞ്ച് ഇറക്കമാണ് എടുക്കുന്നത്. 14 ഇഞ്ച് ഇറക്കം എടുത്തിട്ട് ഇവിടെ 2 ലൈൻ, ഒന്ന് കട്ട് ചെയ്യാനുള്ള ലൈൻ, ഇത് തയ്ക്കാനുള്ള ലൈൻ. എന്നിട്ട് കഴുത്ത് വീതി ഞാൻ 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. 2.25, ഇവിടെ 3.25. ഇതാണ് എൻ്റെ ഈ ബ്ലൗസിൻ്റെ കണക്ക്. ഈ ബ്ലൗസ് വന്ന് 38 ഇഞ്ച് ബ്ലൗസാണ്. 38 ഇഞ്ച് ബോഡി മെഷർമെൻറ്റുള്ള ബ്ലൗസാണ്. ഇവിടുന്ന് കൈ ഇങ്ങോട്ട് 6 ഇഞ്ച് കൈക്കുഴിക്കായിട്ട് എടുക്കാതെ 38 ഇഞ്ച് ബോഡി മെഷർമെൻറ്റുള്ള ഡ്രസ്സിൻ്റെ അളവ് ഇന്നലെയും പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഒന്നുകൂടെ പറയാം. 38 ലൈനിങ് ആയതുകൊണ്ട് പ്ലസ് 2 = 40. അതായത് ഇത് ബസ്റ്റ് മെഷർമെൻറ്റാണ് ഈ 38. അപ്പോൾ 40 ഇഞ്ച് വന്നു. 40 ÷ 4, 10 ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റ്. ഒന്നുകൂടെ പറയണോ? ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ച് ÷ 4. ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ച് ÷ 4. അത് കറക്റ്റായിരിക്കും. ഇവിടുന്ന് 1.5 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇവിടുന്ന് 2 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കാം. ഈ 2, ഈ 1.5, ഈ നമ്മുടെ 10, ഇത് 3 കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഇവിടുന്ന് 2 ഇഞ്ച് സ്ട്രെയിറ്റ് എടുത്തു. ഈ 1.5 എടുത്തിടത്തോട്ട് വന്നു. അവിടുന്ന് ആംഹോളിലോട്ട് പോയി, നമ്മുടെ ബോഡി ചെസ്റ്റ് മെഷർമെൻറ്റിലോട്ട് പോയി. അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം. 8.5 കണ്ടോ? കറക്റ്റ് 8.5 ഇഞ്ചാണ്. കറക്റ്റായിട്ട് വന്നു. അതാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ കറക്റ്റായിട്ട് വരും. ഇപ്പം നമുക്ക് ഇവർക്ക് സ്ക്വയർ നെക്കാണ്. ഇവർക്ക് 8 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം വേണ്ടുന്നത്. 8 ഇഞ്ച്. ഹിപ്പ് മെഷർമെൻറ്റ് ഇവർക്ക്
31.5 അതായത് 32 വയ്ക്കാം. കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ വേണം, 33. അതായത് ബാക്കിൽ ഇവിടെ ടക്കിടും. 33 ഡിവൈഡഡ് ബൈ 4 എത്രയാ? 8.25. ഒരു മാർക്ക്. 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ്. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ്. ഹിപ്പ് മെഷർമെൻറ്റ്, വേസ്റ്റ് മെഷർമെൻറ്റ്. ഹിപ്പ് എപ്പോഴും ഉപയോഗിക്കും. ഇതാ 1.25 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിത് വെട്ടാം. കറക്റ്റ് മാർക്കിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ബാക്കിൻ്റെ പീസ് കട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. അപ്പം ബാക്കും കൈയും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടും ബെൽറ്റുമാണ് ഇതിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ടിനായിട്ട് ഈ പീസില്ലേ, ഈ ഇങ്ങനെ കോർണറിൽ വരുന്നത് ഇത് എടുക്കേണ്ടത്. എടുത്തിട്ട് ഇതാ ഇങ്ങനെ ക്രോസിലങ്ങ് ഇടണം. ഇത് കണ്ടോ? അപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് തുണിയാകും. വണ്ടി തുണിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ആകും. 1 മീറ്റർ തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര തുണി മിച്ചം വരുന്നുണ്ടെന്ന് നോക്കാം. തുണിയും വേണ്ടേ നമുക്ക് ബാക്കിയൊക്കെ. അപ്പം ഇങ്ങനെ എടുത്ത് ഇടുക. ഇട്ടിട്ട് നമുക്കിപ്പം ഇതിലെ ഒരു മാർക്ക് അങ്ങ് കൊടുക്കാം. അതേപോലെ ഇവിടെ ഇതിൻ്റെ മേളിൽ അതേപോലെ ഇവിടെ ഈ സൈഡ് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീക്കി വെച്ച് വേണം മാർക്ക് ചെയ്യാൻ. കണ്ടോ? ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങോട്ട് വരണം. ഇവിടെ നമ്മുടെ തുണി നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും തുണി എക്സ്ട്രാ എടുത്തേക്കും. ഇവിടെ വീണ്ടും നമുക്കൊന്നുകൂടെ നോക്കാം ഇതിൻ്റെ കണക്ക്. 2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട് അവിടെ. നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ശരിക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് അങ്ങ് എടുക്കാമേ. ഇത്രയും ഡാർക്ക് കളറൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയത്തില്ല ഈ പീസ് ഏതാണെന്ന്. ഇത് കഴുത്തിനുള്ളത്. ഇതല്ല കഴുത്ത്. ഞാൻ അങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, എനിക്കൊരു ഇത് വരാതിരിക്കാൻ. ഇപ്പം നമുക്ക് ഇതിനെ ഇതാ 1/4 ഇഞ്ച് ഇറക്കി ആദ്യം ഈ കാര്യം ഞാൻ ചെയ്യുമേ. ഞാൻ എങ്ങനെ വെട്ടുന്നത് അങ്ങനെ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു തരുന്നത്. ഇവിടുന്ന് 1/4 ഇഞ്ച് ഇവിടെ മാത്രം, ഇവിടെ മാത്രം കഴുത്തിൻ്റെ സൈഡിൽ മാത്രം 1/4 ഇഞ്ച് ഇറക്കി ഒരു മാർക്ക്. അത് കഴിഞ്ഞ് വീണ്ടും ഇതിൽ മൊത്തത്തിൽ 1/4 ഇഞ്ച് ഇറക്കി ഒരു മാർക്ക്. ഈ 2 ഇഞ്ച്, അതായത് ഇത് തയ്ക്കാനും ഇത് കട്ട് ചെയ്യാനുമാണ്. എന്നിട്ട് ഇവർക്ക് ഈ കസ്റ്റമർക്ക് നമുക്ക് ഈ ക്ലയൻറ്റിന് 7 ഇഞ്ച് കഴുത്തിറക്കം വേണം. അവർക്ക് നെക്ക് നല്ലതായിട്ട് ഇറക്കം വേണം. 7 ഇഞ്ച് ഇവിടെ നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കാം. 7 ഇഞ്ച് കഴുത്ത് ഇറക്കം കൊടുത്തിട്ട് ഇവിടുന്ന് നമുക്കൊരു 1/4 ഇഞ്ച് കുറച്ചൊരു മാർക്ക്. ഇവിടെ നമ്മൾ കുറച്ചു, ഇവിടെ നമ്മൾ കുറച്ചു. എന്നിട്ട് ഇവിടെ നമ്മൾ 2.25 ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിഡ്ത്ത്. നമ്മളിവിടെ 3 ഇഞ്ച് എടുക്കുക ഫ്രണ്ടിൻ്റെ. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ നെക്ക് അങ്ങ് റെഡിയാക്കി എടുക്കുമേ. വേണ്ട, എന്നിട്ട് ഇതിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് ഒരു ഷേപ്പ്. ഇതാണ് ഇവരുടെ നെക്ക്. ഇനി നമുക്ക് ഇവർക്ക് ഡാർട്ട്, ഇതാണ് നമ്മുടെ മെയിൻ ക്രോസ് കട്ടിങ്ങിൽ മെയിൻ. ഇത് എല്ലാവർക്കും പേടി ഇതാണ്, ഡാർട്ട് പിടിക്കാനാണ്. ഡാർട്ട് ഇവിടുന്ന് നെക്കിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾക്ക് ഡാർട്ടിൻ്റെ ഇറക്കം എടുക്കാം. 13 ഇഞ്ചാണ് ഇവിടെ 11 ഇഞ്ചാണ് ബ്രസ്റ്റിൻ്റെ പോയിൻ്റ്. 14 ഇഞ്ചാണ് ഇവരുടെ അണ്ടർ ബ്രസ്റ്റ്. ഇത്രയും നമ്മൾ എടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരു ലൈൻ കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മേളിലോട്ട് നമുക്കൊരു മാർക്ക് കൊടുക്കാം. ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് മേളിലോട്ട് നമുക്കൊരു മാർക്ക് കൊടുക്കാം. ഇവിടുന്ന് 2.5, ഇവിടുന്ന് 1.5. ഓരോരുത്തർക്കും വ്യത്യാസമുണ്ടാകും കപ്പിൻ്റെ സൈസ് അനുസരിച്ച്. ഇവിടുന്ന് നമുക്കൊരു 3.25 ഇഞ്ച് ഇങ്ങോട്ട് ഈ
1.5 ഇഞ്ച് മേളിൽ കൊടുത്തതിന് ഒരു 3.25 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കാം. ഇവിടുന്ന് ഒരു 3 ഇഞ്ച് നമുക്കെടുക്കാം. എന്നിട്ട് ഇതിനൊരു സെൻറ്റർ പോയിൻ്റ് 1.5 ഇഞ്ചിലാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. ഇവരുടെ ഒരു 38 ഇഞ്ച് സൈസുള്ള ഒരാളുടെ ഈ ബ്രസ്റ്റിൻ്റെ സെൻറ്റർ പാർട്ട് ഒരു ഏകദേശം 4 to 4.25 ഇഞ്ച് വരുമേ. നമുക്കിത് 4.25 കിട്ടുന്നതാണ് തോന്നുന്നത്. 4.25 വരും. ഇപ്പം നിങ്ങൾ ഓർക്കും ബ്ലൗസിൻ്റെ ഹൈറ്റും ഈ ഡാർട്ടിൻ്റെ ഹൈറ്റും ഒരേപോലെ വരുന്നല്ലോ, ഇതെങ്ങനെ ശരിയാകുമെന്ന് വിചാരിക്കും. അത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാമേ. നമുക്കിതെല്ലാം കൂടെ ഈ കുറച്ച് മാർക്ക് ചെയ്തേക്കുന്നത് ഈ പോയിൻറ്റിലോട്ട് ഒരു ചരിച്ചൊരു മാർക്ക്, ഇത് ഇങ്ങനൊരു മാർക്ക്, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു മാർക്ക്. എന്നിട്ട് ഈ സെൻറ്റർ നമ്മളങ്ങ് മാർക്ക് ചെയ്തെടുക്കണേ. ഇതൊക്കെ സാധാരണ ബ്ലൗസ്, നോർമൽ ബ്ലൗസ് ചെയ്യുന്ന പോലെ തന്നെ ഈ മാർക്കിംഗ് ഒക്കെ. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് നമ്മുടെ ആം ഹോൾ ഫസ്റ്റ് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ആം ഹോൾ കട്ട് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളയണം. 1/2 to 3/4 ഇഞ്ച്, 3/4 ഇഞ്ച് കട്ട് ചെയ്ത് കളയണം. ഈ പോയിൻറ്റിൽ നിന്ന് ഈ പോയിൻറ്റിലോട്ട് ഒരു ലൈൻ കൊടുത്ത് വെച്ചേക്കാം. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് 1.5 to 1.25 ഇഞ്ച് ഡിസ്റ്റൻസ് നമുക്ക് വെക്കാമേ. ഞാൻ 1.25 ഇഞ്ച് ഡിസ്റ്റൻസ് വെക്കുക ഈ പോയിൻറ്റിന്. ഇതും അതേപോലെ 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് വെക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇങ്ങോട്ട് 1.5 to 1.25. ഇത് ഇച്ചിരി വലിയ ബ്ലൗസ് ആയതുകൊണ്ട് 1.25 വെക്കുവാണേ. ഇത് കട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, ഇത്രയും ഇറക്കത്തിൽ ബ്ലൗസ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തപ്പം ഇതിന് ബെൽറ്റ് എങ്ങനെ വെക്കുമെന്ന് അത് ഞാൻ കാണിച്ചു തരാം. ബ്ലൗസ് കട്ട് ചെയ്യാൻ നല്ല സിസർ അത്യാവശ്യമാണ്. സിസർ നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ഒരു ബ്ലൗസ് കട്ട് ചെയ്താലേ 1 or 2 ബ്ലൗസ് കട്ട് ചെയ്ത് തയ്ച്ചിട്ട് ഉടനെ എനിക്ക് ശരിയാകുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല എന്ന് പറയരുത്. ഇത് റെഗുലറായിട്ട് നിങ്ങൾ കട്ട് ചെയ്യുകയും തയ്ക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് ഇത് വെട്ടാനും, കട്ടിങ് ശരിയായാൽ പിന്നെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്റ്റിച്ചിങ്ങും ശരിയായിക്കോളും. ഇപ്പം ഞാൻ വീണ്ടും ഒരിച്ചിലൂടെ ഇങ്ങോട്ട് ചരിച്ച് വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. നോച്ച് മസ്റ്റ് എടുത്ത ഉടനെ ഫസ്റ്റ് ഈ നോച്ച് ഇടണം. അതേപോലെ എല്ലായിടത്തും ഇവിടെയും നമ്മളൊരു കട്ടിട്ട് കൊടുക്കുകയാണ്, ഇവിടെയും നമ്മളൊരു കട്ട് ചെയ്ത് കൊടുക്കുക. ഈ നോച്ചൊക്കെ ഇടാൻ നല്ല സിസർ അത്യാവശ്യമാണ്. സിസർ ശരിയല്ലെങ്കിൽ കട്ടിങ് ശരിയാകത്തില്ല. പിന്നെ നമുക്ക് ഇനിയും വേണ്ടത് ബെൽറ്റാണ്. വേസ്റ്റ് ബെൽറ്റ് കട്ട് ചെയ്യുകയാണ് അടുത്ത ജോലി. ഇപ്പം വേസ്റ്റ് ബെൽറ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മളിത് അളന്ന് നോക്കണം. ഫസ്റ്റ് 2 പീസും. ഇത് 6.5 ഇഞ്ചുണ്ട്, ഇത് 8.5 ഇഞ്ചുണ്ട്. 8.5 - 6.5 2 ഇഞ്ച്, കൂടെ 1 ഇഞ്ച് കൂടെ വേണം നമുക്ക് തയ്യൽ തുമ്പിന്. എക്സ്ട്രാ നമുക്ക് ജോയിൻറ്റ് ചെയ്യാനുള്ള തുണി വേണമല്ലോ. തയ്യൽ തുമ്പല്ല, നമുക്ക് തയ്ക്കാനുള്ള തുണിയും വേണമല്ലോ. അപ്പം അതിന് 1 ഇഞ്ച് കൂടുതൽ വേണം. അപ്പം കൂടെ 1 ഇഞ്ച് കൂടെ 3 ഇഞ്ച് വേണം. 3 ഇഞ്ച് വേണം ഇവിടെ. പിന്നെ നമുക്ക് എത്രയും തുണി വേണമെന്ന് എങ്ങനെ നോക്കാം? നമ്മുടെ ഹിപ്പ് സർക്കംഫറൻസ് 31.5 ഇഞ്ചാണ്. അപ്പോൾ 7.25 ഇഞ്ച്. ഇതിലൊരു 1/4 ഇഞ്ച് നമുക്ക് ഇതിന് പീസ് ജോയിൻ ചെയ്യാൻ വേണം. 3 ഇതുവരെ. ഇവിടുന്ന് 4.25 ഇത്രയും മതി. കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും വേണം. അപ്പോൾ 6.5 ഇത് 3 9.5 10 ഇഞ്ചുള്ള ഒരു പീസ് എടുത്താൽ മതി നമ്മൾ. മനസ്സിലായോ? 10 ഇഞ്ചുള്ള ഒരു പീസ്. ഇവിടെ വന്ന് നമ്മൾ 3 ഇഞ്ച് എടുത്തു. ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് കൂട്ടി 3.25 ഇഞ്ച് എടുക്കണം. ഇതാണ് നമ്മളുടെ ബെൽറ്റിനുള്ള പീസ്. ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഇവിടുന്ന് നമുക്ക് 3 ഇഞ്ച് വരുമ്പോഴാണ് നമ്മുടെ ടക്ക് പിടിക്കുന്നത്. അല്ലെ 3.25 ഇഞ്ച് വരുമ്പോഴാണ് ടക്ക് പിടിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും 1/2 ഇഞ്ച് താഴെ ഇറക്കുക. താഴെ ഇറക്കിയിട്ട്
പന്ന തുണിയായതുകൊണ്ട് ലൈനിങ് തുണിയായതുകൊണ്ട് നിൽക്കുന്നില്ല. ഇതാ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് കുടഞ്ഞങ്ങ് വെട്ടിയെടുക്കുകയൊന്നും വേണ്ട. ഒരു അര ഇഞ്ച് അവിടെ മാത്രം ഒരു അര ഇഞ്ച് ഇങ്ങനെ നല്ല ഷേപ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഞാൻ അതേ വെച്ച് കാണിക്കാം. അപ്പം ഇത് ടക്ക് പിടിച്ച് കഴിയുമ്പോൾ ഈ തുണി ഇങ്ങനെ ആവും. അപ്പോൾ നമുക്ക് ഈ ഇറക്കം ഇങ്ങോട്ട് ഇത് ചെയ്യത്തില്ല. ഇത് ഇതാ ഇത് കണ്ടോ, ടക്ക് പിടിച്ച് കഴിയുമ്പം നല്ല കറക്റ്റ് ഇതിലാണ് കട്ട് ചെയ്ത് തരുന്നെങ്കിൽ ഈ ബ്ലൗസ് ഇങ്ങനെ മുകളിലോട്ട് ഈ കപ്പ് ഇങ്ങനെ അങ്ങ് തൂക്കും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരത്തില്ല. അപ്പോൾ ഇത് തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. ആ 14-ന് കറക്റ്റായിട്ട് വന്ന് നിൽക്കും. ഈ പിന്നെ ഇത് 14 ഇഞ്ച് വെച്ച് പിന്നെ അങ്ങനെ ബെൽറ്റ് വെക്കുമ്പം ഒത്തിരി ഇതാവുമല്ലോ എന്നൊക്കെ ചേർത്ത് നമ്മളിത് കുറയ്ക്കുവാണെങ്കിൽ കുഞ്ഞു പീസായിട്ട് അത് ചുരുണ്ട് കയറി മുകളിലിരിക്കത്തേ ഉള്ളൂ. ബെൽറ്റ് നമുക്ക് സീറ്റാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ ബ്ലൗസിൻ്റെ ബാക്ക് അളവും ഫ്രണ്ട് അളവും ഏകദേശം ഒരുപോലെ. പക്ഷേ ഇത് തയ്ച്ച് വരുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കത്തില്ല. കപ്പ് പിടിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ ആകും ബ്ലൗസ്. ഇച്ചിരി കട്ടിയുള്ള തുണിയായിരുന്നെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ കാണിക്കാൻ പറ്റും. ഇത് ഒത്തിരി ലേസായിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ ഇത് പിടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ അങ്ങാവും. അപ്പോൾ നമുക്കത് കറക്റ്റായിരിക്കും നമ്മുടെ ബാക്ക് പീസിന് കൂടെ. ഇതാണ് ക്രോസ് കട്ടിങ് ബ്ലൗസ്. ഇച്ചിരി സൂക്ഷിച്ച് കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ക്രോസ് കട്ടിങ് ഈസിയാണ്. തയ്ച്ചിടാനും നല്ല വൃത്തിയായിട്ട് ചുരുക്കമൊന്നും ഇല്ലാതെ നീറ്റായിട്ടിരുന്നാൽ നല്ല ഒരു ഫിനിഷിങ് കിട്ടും ക്രോസ് കട്ടിങ് ബ്ലൗസിന്. അപ്പം ക്രോസ് കട്ടിങ് ബ്ലൗസ് കണ്ടല്ലോ, നീറ്റായിട്ടില്ലേ? ഇങ്ങനെ ഒന്ന് വെട്ടി നോക്കേ. സംശയമുള്ളവർ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്ക്. റെഗുലറ് നമ്മൾ കട്ട് ചെയ്യാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ബ്ലൗസ് നമ്മൾ റെഗുലറെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ബ്ലൗസ് വെട്ടിയിട്ട് നമുക്കറിയത്തില്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല, വൃത്തികേടായി പോയെന്ന് പറഞ്ഞിട്ട് കാര്യം. നമുക്ക് തന്നെ വീണ്ടും ഒരു 2-3 വില കുറഞ്ഞ തുണികളൊക്കെ എടുത്തായാലും നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് നോക്കണം. കട്ട് ചെയ്തിട്ട് കട്ടിങ് കറക്റ്റായ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ അറിയാമെങ്കിൽ ആ സ്റ്റിച്ചിങ്ങും ശരിയായിക്കോളും. നല്ല പെർഫെക്റ്റ് ബ്ലൗസ് തയ്ക്കാം ഇതേ അളവിൽ തയ്ച്ചാൽ. ബാക്ക് അളവ് എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിൻ്റെ അളവ് പിന്നീട് നമുക്ക് ഫ്രണ്ടിൽ ഡാട്ടിൻ്റെ അളവ് നെക്ക് അളവ് മാത്രമേ ഉള്ളൂ. ഈസിയാണ്. ബ്ലൗസ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. കാരണം ബ്ലൗസാണ് ഈസി. തയ്ച്ച് പ്രാക്ടീസായ ബ്ലൗസ് തയ്ക്കാനാണ് നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ. വീണ്ടും ബ്ലൗസ് കട്ടിങ് ഉണ്ടെങ്കിൽ തയ്ച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അപ്പോൾ ഓക്കെ, ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.